ഹായ് ഡിയേഴ്സ്, SSLCയുടെ ഓണപ്പരീക്ഷ ചോദ്യപേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. SSCRT ആണ് ആ ഒരു പാറ്റേൺ പുറത്തിറക്കിയത്. ആ പാറ്റേണിൽ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഓണപ്പരീക്ഷ ചോദ്യപേപ്പറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, ഒരു കാര്യം ഞാൻ എളുപ്പത്തിൽ പറയാം. ഒരു ചോദ്യപേപ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ SSCRT ഇറക്കിയ ചോദ്യപേപ്പർ. ആ ചോദ്യപേപ്പറിൽ 1 മുതൽ 18 വരെയാണ് ചോദ്യങ്ങളുള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മലയാളം മീഡിയം നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ പാറ്റേൺ കയ്യിൽ കിട്ടാത്തവർ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ മതി. ആ ഇൻസ്റ്റഗ്രാമിൻ്റെ നമ്മുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, സ്മൈൽ വിത്ത് MS എന്ന് പറഞ്ഞിട്ട്. ആ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതിയേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ID എന്താ? MS_solutions 79. ഇതാണ് നമ്മുടെ MS സൊല്യൂഷൻസിൻ്റെ എൻ്റെ അക്കൗണ്ടിൻ്റെ ഇൻസ്റ്റഗ്രാം കേട്ടോ, ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട്. ഓക്കെ, സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സിമ്പിളായിട്ട് ഞാൻ ഒറ്റ സ്ലൈഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1ാമത്തെ ചോദ്യം മുതൽ 4ാമത്തെ ചോദ്യം വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല, ഓർ ക്വസ്റ്റ്യനും ഇല്ല. പക്ഷെ ഒരു പുതിയൊരു കണ്ടീഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള എന്താ പറയുക, നമ്മുടെ ഭാഷ നമ്മുടെ വേവ് ലെങ്ത് പറഞ്ഞാൽ കോപ്പി അടിക്കാൻ പറ്റിയ 4 ക്വസ്റ്റ്യൻസാണ്. കാരണം എന്താ അറിയോ, ഈ 4 ചോദ്യങ്ങൾക്കും എന്താണെന്നറിയോ, ABCD എന്തുണ്ട്, ABCD നോക്കിക്കേ, ABCD ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ എന്താണ്, ABCD ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഒരു എൻട്രൻസ് മോഡലാണത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയും, MCQ. സോ 1 മുതൽ 4 വരെ ഉള്ളത് ഏതൊരു കുട്ടിക്കും ഈ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷെ വേറൊന്നുണ്ട്, 4 ചോദ്യങ്ങളുണ്ട്. ആ 4 എണ്ണവും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എത്ര മാർക്ക് കിട്ടിയടാ? 4 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ സ്കോർ ചെയ്തു. ഇനി അടുത്തത് 5 മുതൽ 11 വരെ ചോദ്യങ്ങളുണ്ട്. 7 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓരോ ചോദ്യത്തിനും 2 മാർക്കാണ്. 5 മുതൽ 11, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ എത്ര ചോദ്യങ്ങളാണ്? 7 ചോദ്യങ്ങൾ. കഴിഞ്ഞ വർഷമൊക്കെ 8 ചോദ്യത്തിൽ നിന്ന് 7 എഴുതിയാൽ മതിയായിരുന്നു. ഈ വർഷം എന്താക്കി, 7 ചോദ്യമുള്ളത്. 7 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ഒരു ചാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, SCRT തരുന്നുണ്ട്. ഈ 7 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു 2 ചോദ്യത്തിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അതായത് 5 മുതൽ 11 വരെയുള്ളതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ പ്രശ്നം കാണിച്ചു തരാം. 5 കഴിഞ്ഞു. 7ാമത്തെ ചോദ്യം നോക്ക്. 7ാമത്തെ ചോദ്യത്തിന് A എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്, A എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്, B എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. 7ൽ A ഉണ്ട്, B ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ആ ഒരു 11ൻ്റെ ഉള്ളിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. അതിനും A ഉണ്ട്, B ഉണ്ട്. 2ൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2ൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സോ 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഫുൾ ചോദ്യങ്ങളും ഈ 7 എണ്ണം അറ്റൻഡ് ചെയ്യണം. പക്ഷെ അതിൽ 2 ചോദ്യങ്ങൾ എന്താണ്, ഹാവ് ചോയ്സ്. 2 ക്വസ്റ്റ്യൻസ് ഹാവ് ചോയ്സസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത സെക്ഷനും അതേ മാതൃക തന്നെയാണ്. 12 മുതൽ 17 വരെ എത്ര ചോദ്യങ്ങളുണ്ട്? 12, 13, 14, 15, 16, 17, 6 ചോദ്യങ്ങൾ. 6 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഒരു ചോദ്യത്തിന് 3 മാർക്ക്. സോ ടോട്ടൽ 18 മാർക്ക്. നേരത്തെ 7 × 2 14 മാർക്ക്. സോ ഇവിടെയും 6 ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ആ 6 എണ്ണത്തിൽ 2 ചോദ്യങ്ങൾ എന്തായിരിക്കും, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി 4 മാർക്കിൻ്റെ, കഴിഞ്ഞ വർഷമൊക്കെ 4 മാർക്കിന് 1, 2, 3 4 മാർക്കിന് 3 ചോദ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതിൽ 2 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഈ പ്രാവശ്യം 4 മാർക്കിൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, 1 × 4 ആണ്. അവിടെ ഒരു ഓർ ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഒന്നുമില്ല. സോറി, ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ 3ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. സോ 18ാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് രണ്ടും ചിലപ്പോൾ 2 ചാപ്റ്ററും ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കിക്കേ.
4 മാർക്ക് ഇവിടെ സ്കോർ ചെയ്തു, 14 മാർക്ക്, 18 മാർക്ക്, ഇവിടെ 4 മാർക്ക്. സോ ടോട്ടൽ ഇതാ 4ഉം 14ഉം 18, 18ഉം 18ഉം 36, 36 4, 40 ഔട്ട് ഓഫ് 40 കിട്ടിക്കഴിഞ്ഞു. സോ ഇതാണ് ഈ വർഷത്തെ ഓണം എക്സാമിൻ്റെത് മാത്രമായിട്ട് നിങ്ങൾ കാണേണ്ട. ഇത് തന്നെയായിരിക്കും ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും ഒക്കെ ഉണ്ടാകുന്ന ചോദ്യപേപ്പറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ചോദ്യപേപ്പറിൻ്റെ മാതൃകാ പരീക്ഷാ പേപ്പർ. ഓക്കെ, സോ ഓണം എക്സാമിന് ഈ രീതിയിലായിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് 1 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. മറ്റൊന്ന്, ഇപ്പോൾ 5 മുതൽ 11 വരെയുള്ള ചോദ്യത്തിൽ ഇപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനും എന്തുണ്ടാകും? എ ഓർ ബി ഉണ്ടാവും. 11നും എ ഓർ ബി ഉണ്ടാവും. ഇതിലേതൊന്ന് എഴുതണം. പക്ഷേ അത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് 8A അല്ലെങ്കിൽ 8B. കഴിഞ്ഞ വർഷം എന്തായിരുന്നു? 8, 9, 10, 11 എന്നൊക്കെ എഴുതും. അതിലേതെങ്കിലും ഒരു 3 എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 8 എഴുതാം, 10 എഴുതാം, 11 എഴുതാം, 9 എഴുതാതിരിക്കാം. ഇപ്രാവശ്യം അങ്ങനെയല്ല. എല്ലാ നമ്പറിലും നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പറിൽ 1 മുതൽ 18 വരെ നമ്പർ ഉണ്ടായിരിക്കണം. അപ്പോൾ പേപ്പറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം. 1 മുതൽ 18 വരെ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളെ ഉണ്ടാകുള്ളൂ. പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ സിലബസ്, പുതിയ ചാപ്റ്റർ അല്ല, പഴയ ചാപ്റ്റർ തന്നെയാണ്. ഒരല്പം ഏരിയ മാത്രമേ ഫോക്കസ് കൂട്ടേണ്ടതുള്ളൂ. അത് പുതിയ ഫ്രഷ് കണ്ടന്റ് ആയതുകൊണ്ടാണ്. അത് കെമിസ്ട്രീൻ്റെ കേസിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഇനി നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഫോക്കസ്ഡ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും, അതായത് നിങ്ങൾ ഈ ഏരിയ നിർബന്ധമായിട്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഈ ഏരിയ അങ്ങനെ അങ്ങോട്ട് റിവൈസ് ചെയ്യേണ്ട. പക്ഷേ എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ എപ്പോഴും നാളെ എക്സാം ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ജസ്റ്റ് ഒക്കെ നോക്കുന്ന ഏരിയ, അതായത് ഫോക്കസ്ഡ് ഏരിയ, നോൺ ഫോക്കസ്ഡ് ഏരിയ, ഇങ്ങനെയുള്ള ഒരു ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ MS സൊല്യൂഷൻസിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. MS സൊല്യൂഷൻസിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളൊരു ഹലോ എന്ന് മെസ്സേജ് അയക്കുക. എന്നിട്ട് ഫോക്കസ് ഏരിയ ആൻഡ് നോൺ ഫോക്കസ് ഏരിയ SSLC സ്റ്റുഡൻറ്റ് എന്നൊരു മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? ആ ഒരു സാധനം വിട്ടു തരും. ഓക്കെ, അപ്പോൾ മറക്കണ്ട തിക്കണ്ട തിരക്കണ്ട MS_solutions 79. സ്വാഭാവികമായിട്ടും ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഫോളോ ചെയ്യാൻ മറക്കൂലല്ലോ അല്ലേ? ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള നേക്കാണെന്ന് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും. അതന്നെയാണ്. ഓക്കെ, സോ വീണ്ടും കാണാം. വിത്ത് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.